നമസ്കാരം. ലൈറ്റ്സ് ഓഫ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തറവാടിൻ്റെ ഒരു ഭാഗം വലിയൊരു സർപ്പക്കാവാണ്. വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ, മുകളിൽ നിന്നും വലിയ വള്ളികൾ താഴേക്ക് മുട്ടി നിൽക്കുന്ന, നട്ടുച്ച സമയത്ത് പോലും ചീവീടുകൾ നിർത്താതെ കരയുന്ന വലിയൊരു സർപ്പക്കാവ്. നാഗപ്രതിഷ്ഠയിലേക്ക് എത്തുന്ന ചെറിയ വഴിയിലൂടെ നടന്ന് ഞാനും മുത്തശ്ശിയും വൈകുന്നേരങ്ങളിൽ സന്ധ്യാദീപം തെളിയിക്കാൻ പോകും. വിളക്ക് വെച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ മുത്തശ്ശി പറയും, തിരിഞ്ഞു നോക്കണ്ട കുട്ടിയെ, വിളക്ക് കാണാൻ നാഗരാജാവ് പുറത്തിറങ്ങി വരും. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ വരില്ലത്രേ. അതെ, മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിൽ എവിടെയോ നാഗമാണിക്യത്തിന് കാവലിരുന്ന നാഗരാജാവ്. കൂടുതൽ അറിയാം നാഗമാണിക്യത്തെക്കുറിച്ച്. എന്താണ് ഈ നാഗമാണിക്യം? നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും മാത്രമല്ല, സിനിമകളിൽ പോലും കേൾക്കുന്ന ഒരത്ഭുത ഫലസിദ്ധി നൽകുന്ന നാഗമാണിക്യം. നാഗലോകത്തെ നാഗരാജാവിൻ്റെ പക്കലുള്ള അതിവിശിഷ്ടമായ രത്നമാണ് നാഗമാണിക്യം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പാതാളത്തിൽ വസിക്കുന്ന 9 തരം നാഗങ്ങളുടെ തലയിൽ ഈ രത്നങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. ഈ രത്നങ്ങൾ സൂക്ഷിക്കുന്ന നാഗങ്ങൾക്കും രത്നങ്ങൾക്കും ഒരേ നിറമാണെന്നും ഈ രത്നത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നാഗങ്ങൾക്ക് ഇരുട്ടിലും സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ രത്നങ്ങൾ തലയിലണിയുന്ന നാഗങ്ങൾ അപകടഘട്ടത്തിൽ രത്നങ്ങൾ വിഴുങ്ങുമെന്നും പറയപ്പെടുന്നു. മൂർഖൻ പാമ്പിൻ്റെ വിഷം കാലങ്ങൾ കഴിയുമ്പോൾ ഉറഞ്ഞ് കട്ടിയായി മാറുന്നതാണ് നാഗമാണിക്യമെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. ഈ രത്നങ്ങൾ സൂക്ഷിക്കുന്ന നാഗങ്ങൾ വളരെ വിരളമായെങ്കിലും അവ താഴെ വയ്ക്കാറുണ്ട്. ഈ സമയം നാഗമാണിക്യത്തിന് വേണ്ടി നാഗങ്ങളെ നിരീക്ഷിക്കുന്ന ആൾ തൻ്റെ കയ്യിൽ കരുതിയ പശുവിൻ ചാണകം കൊണ്ട് അവ മൂടുകയും നാഗമാണിക്യം കാണാതാവുമ്പോൾ അവ നഷ്ടമായെന്ന് കരുതി നാഗം പാറകളിൽ ചെന്ന് തലതല്ലി മരിക്കുകയും ചെയ്യുന്നു. നാഗം മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം നാഗമാണിക്യം സ്വന്തമാക്കിയ ആൾ ചാണകം മാറ്റി മാണിക്യം പുറത്തെടുത്ത് പശുവിൻ പാലിലും പനിനീരിലും കഴുകി സൂക്ഷിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിനു വേണ്ടി ഇവ കൊണ്ടു നടക്കുന്ന നാഗങ്ങളെ രാപ്പകലില്ലാതെ നിരീക്ഷിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. മാണിക്യം കൈവശം വയ്ക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മാണിക്യം കാണുകയോ സ്പർശിക്കുകയോ ചെയ്താൽ പോലും ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. രാത്രിയിൽ തിളങ്ങുന്ന രശ്മി പ്രസരിപ്പിക്കുന്ന ഈ മാണിക്യത്തിന് രശ്മിയുടെ ശക്തി, നീളം, പ്രഭ എന്നിവയൊക്കെ അനുസരിച്ച് 1 കോടി മുതൽ 50 കോടി രൂപ വരെയാണ് വില. വനത്തിൽ താമസിക്കുന്ന ആദിവാസികളാണ് നാഗമാണിക്യം ശേഖരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
രത്നവ്യാപാരികൾക്കിടയിൽ NR അഥവാ നാഗറൂബി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബോളിവുഡിലെ എക്കാലത്തെയും ഒരു വലിയ സൂപ്പർ സ്റ്റാർ നാഗമാണിക്യം ഇട്ടുവെച്ച വെള്ളം കുടിച്ചുകൊണ്ടാണ് തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നതെന്നും മാത്രമല്ല ഇന്ത്യയിലെ ഒരു മദ്യ വ്യവസായി താൻ കുടിക്കുന്ന മദ്യത്തിൽ നാഗമാണിക്യം ഇട്ടുവെച്ച ശേഷമാണ് മദ്യം കഴിക്കുന്നതെന്നും അതുപോലെ കേരളത്തിലെ 2 വലിയ താരങ്ങൾ തങ്ങളുടെ ലോക്കറുകളിൽ നാഗമാണിക്യം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടെന്നുമുള്ള കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഈ നാഗമാണിക്യം എന്നത് സത്യം തന്നെയാണോ? അല്ല എന്നതാണ് സത്യം. ശാസ്ത്രീയമായി ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിശ്വാസം മാത്രമാണ് നാഗമാണിക്യം. ഊഹാഭോഗങ്ങളിലൂടെയും കെട്ടുകഥകളിലൂടെയും പ്രചരിപ്പിക്കപ്പെട്ട ഒരു ശുദ്ധ മണ്ടത്തരം. ശരിക്കും മാണിക്യം എന്നത് ഇംഗ്ലീഷിൽ റൂബി എന്നാണ് വിളിക്കപ്പെടുന്നത്. പ്രകൃതിയിൽ സംഭവിക്കുന്ന ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് മാണിക്യം ഉണ്ടാകുന്നത്. ഭൂമിക്കുള്ളിലെ ചൂടും മർദ്ദവും കൊണ്ട് ഓക്സിജനും അലൂമിനിയ ആറ്റങ്ങളും ചേർന്ന് ഒരു കൊറാണ്ടമായി മാറുന്നു. ഈ കൊറാണ്ടം ക്രോമിയവുമായി ഇടപഴകുമ്പോൾ അത് മാണിക്യം എന്ന ചുവന്ന നിറമുള്ള ഒരു അപൂർവ രത്നമായി മാറുന്നു. എന്നാൽ സത്യത്തിൽ നാഗമാണിക്യം എന്ന് പറയുന്നത് ഈ മാണിക്യമല്ല. ശരിക്കും പാമ്പിന്റെ വിഷസഞ്ചിയിലോ ഫണത്തിലോ വായ്ക്കകത്തോ ഇത്തരമൊരു രത്നം ഇന്ന് വരെ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. അമൂല്യങ്ങളായ രത്നങ്ങളെയും കല്ലുകളെയും മുത്തുകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ജെമ്മോളജി. ജെമ്മോളജിയിൽ വിദഗ്ധനായ സലീം തൊടുകയിൽ അദ്ദേഹം നടത്തിയ തൻ്റെ യാത്രകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എഴുതിയ രത്നാടനം എന്ന പുസ്തകത്തിൽ തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നാഗമാണിക്യം തേടിയിറങ്ങിയ ഒരു രസകരമായ അനുഭവം വിവരിക്കുന്നുണ്ട്. നാഗമാണിക്യം തേടി കുതിരപാണ്ടി എന്ന ആളുടെ ഫാം ഹൗസിലാണ് അദ്ദേഹം എത്തിയത്. വീടിനുള്ളിലേക്ക് കയറ്റിയിരുത്തി കുതിരപാണ്ടി പറഞ്ഞു, അല്പം കാത്തിരിക്കണം, നാഗമാണിക്യവുമായി മലവേടന്മാർ മലയിറങ്ങി വരണം. അങ്ങനെ മലവേടന്മാർ വരുന്നത് വരെ അവർ ആ ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങി. തിരിച്ചു വന്നപ്പോൾ കുതിരപാണ്ടി പറഞ്ഞു, സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അവരെ വിളിക്കാം. അങ്ങനെ അവർ വരികയും കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ അകത്തേക്ക് കൊണ്ടുപോയി. മലവേടന്മാരെന്ന് പറയുന്നവർ ഒരു പെട്ടി പുറത്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ കാഴ്ച നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയും ചടങ്ങുകളുമെല്ലാം അവരുടെ ഒരു അഭിനയമായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അവരങ്ങനെ പെട്ടി തുറക്കുകയും അതിൽ നിന്നും ഒരു പ്രകാശം മുറിയിൽ മുഴുവൻ പരക്കുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ അവർ പെട്ടിയടച്ചു. എന്നാൽ ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ല, ഇത് സൂര്യപ്രകാശത്തിൽ തൻ്റെ കൈവെള്ളയിൽ വെച്ച് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാഗമാണിക്യം വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് അവരതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അവർ ആ വിശിഷ്ട മാണിക്യം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ വെച്ചുകൊടുത്തു. കയ്യിൽ കരുതിയ ലെൻസ് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിരിയാണ് വന്നത്. ഇത്രയും ബിൽഡപ്പിൽ നാഗമാണിക്യം എന്നും പറഞ്ഞ് കാണിക്കുന്നത് ഒമേഗ-3 ഫിഷ് ഓയിൽ അഥവാ മീൻ ഗുളികയാണ്. അതിനുള്ളിലെ ബബിൾസും മേലെ പതിഞ്ഞ വിരലടയാളങ്ങളും അദ്ദേഹത്തിന് കാണാമായിരുന്നു. സംഗതി വിളിച്ചു പറഞ്ഞാൽ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് കരുതി പണം ലോഡ്ജിലാണെന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. യൂട്യൂബിൽ തന്നെ തിരഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലിരുന്ന് പാമ്പിൻ്റെ തലയിൽ നിന്നും കത്തി ഉപയോഗിച്ച് മാണിക്യം ചൂഴ്ന്നെടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. പാമ്പിൻ്റെ തലയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി വില കുറഞ്ഞ കൃത്രിമ കല്ലുകൾ അതിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ വന്നുകൊണ്ട് നാഗമാണിക്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. എന്നിട്ട് ആ പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് കത്തി ഉപയോഗിച്ച് തലയിൽ നിന്നും നാഗമാണിക്യം പുറത്തെടുക്കുന്നു.
ഇതുകണ്ട എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു പോകുന്നു. കൂട്ടത്തിലുള്ള ഒരു മണ്ടൻ അവർ പറയുന്ന വില കൊടുത്ത് അത് വാങ്ങുന്നു. ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഇനി നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാം. വേറെ ആരോടും പറയരുത് കേട്ടോ. എൻ്റെ കയ്യിലുമുണ്ട് ഒരു നാഗമാണിക്യം. നല്ല വില കിട്ടിയാൽ വിൽക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്കത് കാണണ്ടേ? ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ, കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി.